പുതിയ വീഡിയോ സ്വാഗതം. ഇന്ന് രാത്രി 7-ാം ദിവസമാണ് യുദ്ധം തുടങ്ങിയിട്ട്. ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട്. ഇസ്രായേലും അമേരിക്കയും ഇറാൻ ഒറ്റക്കുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 7-ാം ദിവസമായി. ലോകശക്തികൾ എന്ന് പറയുന്ന രാജ്യങ്ങള്, രണ്ട് രാജ്യവും ചെറിയ ശക്തി എന്ന് പറയുന്ന ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇന്നേക്ക് 7 ദിവസമായി. പക്ഷെ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഇന്നലെ രാത്രിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇറാൻ യുദ്ധം തുടങ്ങിയതെന്നുള്ള പറയണം. അത് പറയാൻ കാരണം എന്താ അറിയോ, ഇത്രയും 6 ദിവസമായിട്ട് ഇറാൻ മിസൈലുകളും അതുപോലെ വാക്കുകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു മഴവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് നഗരം കത്തി നശിക്കുന്ന ബിൽഡിംഗ്, ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ, ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന് ടെസ്റ്റർ ബോംബ്. ഒരു മിസൈലിനകത്ത് 30-40 ബോംബുകളായിട്ടുള്ള ടെസ്റ്റർ ബോംബില്ലേ, അതിൻ്റെ 100-ലധികം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് പോയിട്ടുള്ളത്. മനസ്സിലാക്കുക. നേരത്തെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞ കാര്യം എന്താ, എവിടേക്ക് ഇറാൻ നമ്മൾ ടെസ്റ്റർ ബോംബുകൾ, എന്താ ഒരു മിസൈലിനകത്ത് 10-30-40 ബോംബുകളിലെ 8 കിലോമീറ്റർ ചുറ്റിലുള്ള സകലം നശിച്ചു പോകുന്ന അതിലുള്ള മിസൈലുകളാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇറാൻ ഇട്ടിരുന്നു, 1-2 കെട്ടി ഇങ്ങനെ ഒഴിവാക്കിയതാണ്. പക്ഷെ എന്നാ രാത്രി സംഭവിച്ച കാര്യം എന്താ അറിയോ, 100-ലേറെ 150 ടെസ്റ്റർ ബോംബുകൾ ഇട്ടെന്നാ പറഞ്ഞത്. 150 ടെസ്റ്റർ ബോംബ് നിങ്ങൾ മനസ്സിലാക്കാൻ കാരണം എന്താ അറിയോ, ആ പ്രദേശം ഏകദേശം ടെലബീബാണ്. ആ പ്രദേശം ഒരു ഭാഗം മുഴുവൻ എന്താ അറിയോ, ഈ കരിമ്പൻ തോട്ടത്തിൽ ആന കയറിയ രൂപത്തിൽ. കാരണം മനസ്സിലാക്കാൻ എന്താ അറിയോ, ഈ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോസും ഫോട്ടോസും നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൂടാ. കാരണം അറിയോ, യൂട്യൂബിൽ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല എട്ടിൻ്റെ പണി, ബിൽഡിങ്ങുകളും സകലതും. എന്താ അറിയോ, ഒരു സമാധാനം എന്താ അറിയോ, ഈ പറയുക ടെലബീബ് അതിൻ്റെ ടെലബീബിൻ്റെ പകുതി ശതമാനം ഇപ്പോൾ നഷ്ടം കഴിഞ്ഞു, പകുതിയിലധികം നശിച്ചു കഴിഞ്ഞു. പക്ഷെ സമാധാനം എന്താ അറിയോ, ഇസ്രായേൽ ഒരാൾക്ക് പോലും ഒരു പോറ ഏറ്റിട്ടില്ല, ഒരു പോറ ഏറ്റിട്ടില്ല. മനസ്സിലായി? എല്ലാവരും ബഗ്ഗലുള്ളില്ല. ഇതൊക്കെ ആരോടാ പറയുന്നത്? ലോകത്തോടെ പറയുന്നത്. ഈ ലോകത്ത് ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ കാണുന്ന അറിയപ്പോലെ ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ ജലൻ ടി വിയിലൊക്കെ കാണാം കുറേ ആൾക്കാർ ഇസ്രായേലിലെ ആൾക്കാരാണ് വന്നുകാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓരോ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം എന്താ സംഭവിക്കുന്നത്. ഒരു പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഭയത്താൽ അവർ സംസാരിക്കുന്നത്. കാരണം അറിയോ, ഇസ്രായേലിലെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വിടാൻ പറ്റില്ല. ഇന്നത്തെ കാര്യങ്ങളൊക്കെ തന്നെ IDF സ്വീകരിച്ചിട്ടുണ്ട്. അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ രാത്രി. ശരിക്കും പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്ത രാത്രിയാണ് ഇസ്രായേൽ വരെ. അതുപോലെ തന്നെ അമേരിക്കൻ എബ്രഹാം ലിങ്ക് എന്ന കപ്പൽ ഇതുവരെ ഇറാൻ തീരത്ത് അടുപ്പിച്ചായിട്ടുള്ളത്. ഇപ്പൊ 1000 കിലോമീറ്റർ പിന്നോട്ട് പോയിട്ടുണ്ട്. ഇത് മുമ്പോട്ട് ചെങ്കടലിൽ കയറി കാണാറിയോ, ഞങ്ങൾ വേണമെങ്കിൽ എല്ലാ കപ്പലിനെയും കൂടി പറഞ്ഞേക്കുമെന്ന് പറഞ്ഞ് അമേരിക്കൻ കപ്പൽ 1000 കിലോമീറ്റർ പിന്നോട്ട് പോയിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തേക്ക് വരിക. കോമഡി മനസ്സിലാക്കും. നല്ല ശക്തമായ അടി കിട്ടിയിട്ടാ, നല്ല അസല് പണിയുണ്ടല്ലോ, നല്ല പാലും വെള്ളത്തെ നല്ല അടിപൊളി അയച്ചാൽ കൊടുക്കുന്നത്. കാരണം പറയാനുള്ള കാര്യം ഇതിൽ അനുസരിച്ച് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്. ഇറാനെ സംബന്ധിച്ചോളം ഇറാൻ 3-ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏകദേശം 18 ഘട്ടങ്ങളാണ് അവരെ കയ്യിലുള്ളതെന്നാണ് പറയുന്നത്. 18 ഘട്ടങ്ങളായിട്ട് ഒരു യുദ്ധം ചെയ്യും. ആ 18 ഘട്ടം എന്ന് പറയാൻ 3 കൊല്ലം 3.5 വർഷം കണ്ടിന്യൂ ആയിട്ട് യുദ്ധം ചെയ്യാനുള്ള യുദ്ധ സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അമേരിക്കക്ക് ഇസ്രായേൽ ഒന്നും ചെയ്യാൻ പറ്റും. 3.5 കൊല്ലം ഇതേപോലെ ഓരോ ദിവസം ഡബിൾ മടങ്ങായിട്ട് യുദ്ധം ചെയ്യാനുള്ള യുദ്ധ സാധനങ്ങൾ അവരെ ഇറാന്റെ കയ്യിലുണ്ട്. അന്ന് 2-ാം ഘട്ടം കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലേക്കാണെന്നുള്ള റിപ്പോർട്ട്. 3-ാം ഘട്ടമാണ് പറഞ്ഞ 150 മിസൈലുകൾ, പെസ്ട്ര മിസൈലുകൾ പോയതും ഇസ്രായേൽ നഗരം ഏകദേശം തീരുമാനമായതും അമേരിക്ക പിന്നോട്ട് പോയി. ഉറപ്പിച്ച് പറയാം, ഈ യുദ്ധം പാതി വൈകി ഇട്ട് ഞാൻ ആര് പോകും? അമേരിക്ക പോകും. വമ്പൻ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താ പറയുക, ഈ ഇസ്രായേൽ എന്താ പറയുക, അമേരിക്ക തീരാൻ പോകും. ഇങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്കയിൽ എല്ലാ പിടിപാടും വിട്ടുപോകും. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇസ്രായേൽ ട്രംപ് പറയുന്ന കാര്യം അറിയോ, ഇറാൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധം നിർത്താൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യാമെന്ന് ഇറാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. പക്ഷേ ഇറാൻ വ്യക്തമാക്കുന്ന കാര്യം എന്താ അറിയോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുമില്ല. യുദ്ധം തുടങ്ങിയ നിങ്ങളാണ്, അവസാനിപ്പിക്കാൻ ഞങ്ങളാണ്. അത് ഞങ്ങൾ പറഞ്ഞു എപ്പോഴും അവസാനിക്കുന്നുള്ളൂ, നിങ്ങളല്ല. നിങ്ങളൊരു ഒത്താശ നമുക്ക് വേണ്ടാന്ന കാര്യം വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും പറയുകയാണ്, ഇറാന്റെ യുദ്ധം തുടങ്ങിയത് 7-ാം ദിവസമാണ്. ഇന്ന് രാത്രിയാണ് ശരിക്കും യുദ്ധം തുടങ്ങിയത്. അതിഭീകരമായ ആക്രമണം
ആയിരക്കണക്കിന് ആൾക്കാർ പലർക്കും, അതുപോലെ തന്നെ ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരെ മരണം സംഭവിച്ചു. നിരപരാധികൾ മരിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഒരു ഇതുമില്ല കേട്ടോ. യുദ്ധത്തിൽ ശരി പാവപ്പെട്ട ആൾക്കാരെ മരിക്കുന്നത് അതിനോട് നമ്മൾ യോജിക്കുന്നതല്ല. പക്ഷേ ഇസ്രായേൽ നഗരങ്ങൾ കത്തി നശിച്ചു, നൂറുകണക്കിന് ആൾക്കാർ മരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ. നാടൻ സംസാരം നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ നാടൻ സംസാരം ഉണ്ടാകും. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്.